ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ പങ്കിടാനായിട്ടാണ് ഞാൻ ഓടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയുള്ള എൻ്റെ വീഡിയോയിലും ഉണ്ടാകണം. അപ്പോൾ നമുക്കിന്നൊരു ചിരട്ട ചായ ഉണ്ടാക്കാമല്ലേ? അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തു വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ചിരട്ട നമ്മുടെ ഈ അടുപ്പിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. കുറച്ച് വലിയ അടുപ്പാണത്. ചിരട്ട ചായക്കായിട്ട് നമ്മൾ ചിരട്ട എടുക്കുമ്പോഴത്തേക്കും ചിരട്ട നല്ല പോണക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പൂപ്പലൊക്കെ ഒന്ന് ചിരണ്ടി മാറ്റിയിട്ട് വേണം കഴുകിയെടുക്കാൻ. അതുപോലെ തന്നെ കണ്ണുള്ള ഭാഗം എടുക്കരുത് കേട്ടോ. കണ്ണില്ലാത്ത ചിരട്ട വേണം നമുക്ക് ഇതിനാവശ്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചായക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഈ ചിരട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഒന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് തേയില കൂടി ഇട്ട് കൊടുക്കുന്നു. ഇത് എൻ്റേതായ രീതിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് 2 ദിവസത്തിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ചാനലിൽ ഈ ഒരു ചിരട്ട ചായയുടെ റെസിപ്പി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടതിന് ശേഷം ഞാൻ ഇതുപോലൊക്കെ 2-3 പ്രാവശ്യം തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിരട്ട ചായയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിരട്ട ചായ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ചിരട്ട ചായ എല്ലാം ഞാൻ റെഡിയാക്കി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കണ്ട. അപ്പോൾ അതിലൊരു ഓളം ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ടാറ്റാ.